ഹലോ ബ്യൂട്ടീസ്, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ലെയേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നമ്മുടെ സ്കിൻ ലെയേഴ്സിനെ പറ്റി അറിയാമോ? എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്താൽ മതിയോ? പോരാ, നമ്മുടെ സ്കിൻ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് 3 ലെയേഴ്സാണുള്ളത്. ഫസ്റ്റ് എപ്പിഡെർമിസ്, സെക്കൻഡ് ഡെർമിസ്, തേർഡ് ഹൈപ്പോഡെർമിസ്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എപ്പിഡെർമിസിനെ പറ്റിയാണ്. അപ്പോൾ എപ്പിഡെർമിസ് എന്താണെന്നും എപ്പിഡെർമിസ് നമ്മുടെ സ്കിൻ ലെയറിൽ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ എപ്പിഡെർമിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എപ്പിഡെർമിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എപ്പിഡെർമിസ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ. എപ്പിഡെർമിസ് നമ്മുടെ സ്കിന്നിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഡസ്റ്റിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും ബാക്ടീരിയസിൽ നിന്നും എല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ എപ്പിഡെർമിസ് ആണ്. ഡെഡ് സ്കിൻ സെൽസ് ഷെഡ് ചെയ്യുന്നത് ഈ എപ്പിഡെർമിസിൽ നിന്നാണ്. നമ്മുടെ സ്കിൻ കളർ ഉള്ളത് തന്നെ ഈ എപ്പിഡെർമിസിലാണ്. പിന്നെ നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ എപ്പിഡെർമിസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ആണ് നമ്മളുടെ സ്കിന്നിൻ്റെ സേഫ്റ്റി ഷീൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ എപ്പിഡെർമിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. തന്നെ നമ്മുടെ ഫേസ് നമ്മൾ ജെന്റിൽ ക്ലെൻസിങ് ചെയ്യുക. ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക. ഓവറായിട്ട് വാഷ് ചെയ്യില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു ദിവസം 2 തവണയ്ക്ക് ഫേസ് വാഷ് ചെയ്യാവുള്ളൂ. ഓവറായിട്ട് വാഷ് ചെയ്യില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവും. സോ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് വാഷ് ചെയ്യല്, നമ്മൾ ഡെയിലി സ്ക്രബും ചെയ്യല്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ മസ്റ്റാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏത് മോയ്സ്ചറൈസറാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിഡെർമിസിൽ അത് സീൽ ചെയ്യുക, റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. തേർഡ് സ്റ്റെപ്പ് നമ്മൾ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുക. SPF 30+ ഓ എബോവ് വരുന്നൊരു സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ഡാമേജ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എപ്പിഡെർമിസിനെ ഡാമേജ് ആക്കും. സോ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനും പിഗ്മെന്റേഷൻ ആവാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ഒരു റീസൺ കൂടി നമ്മുടെ എപ്പിഡെർമിസ് ഡാമേജ് ആവുന്നതാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ സ്റ്റെറോയിഡ് പോലുള്ള ക്രീംസ് ഒക്കെ ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഹോം റെമഡീസ് ഉണ്ടാക്കില്ലേ, അതിന് നമ്മൾ ലെമണൊക്കെ ആഡ് ചെയ്തില്ലേ, ആ ലെമണൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരേ സമയം നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എപ്പിഡെർമിസിനെ തിന്നാക്കുകയും പിന്നെ വീക്ക് ആക്കുകയും ചെയ്യും. സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം. അടുത്ത നമുക്ക് നമ്മുടെ എപ്പിഡെർമിസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വെച്ച് എങ്ങനെ നമുക്ക് എപ്പിഡെർമിസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങണം. പിന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ്സ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടും. അപ്പോൾ നമ്മുടെ ഈ എപ്പിഡെർമിസിനെ അത് നല്ലപോലെ വീക്കാക്കും. സോ എല്ലാവരും സ്ട്രെസ്സൊക്കെ കുറച്ച് നല്ല കാമായിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എപ്പിഡെർമിസിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ 50% സ്കിൻ പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും. സോ ഗായ്സ്, നിങ്ങളിതൊക്കെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് കാണാം. ബൈ.